started from a DM, now she wanna see him. If you wanna link, baby, gotta be the weekend. Just follow me. Hi friends, Assalamu alaikum, welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ കക്ക റോസ്റ്റ് ആണ്. ഓരോ ഭക്ഷണവും നമ്മൾ കഴിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും കൂടി അറിഞ്ഞാൽ ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കക്കയുടെ കാര്യമായാലും ഒരുപാട് മിനറൽസും വൈറ്റമിൻസും പിന്നെ ലോ ഫാറ്റും അടങ്ങിയ ഒരു ഭക്ഷണമാണ് കക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതും അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 2-3 വിസിൽ വരുത്തി അതൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി സവാള നന്നായി വഴറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാള വഴറ്റുന്നതോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ സവാള നന്നായി പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ് ഈ കക്ക റോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഉപ്പൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് നേരം അത് മൂടി വെച്ച് വേവിക്കാം. നന്നായി അത് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ അത് നന്നായി വഴറ്റാം. ഒരുപാട് മസാലകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി, പിന്നെ ചതമുളക്, വറ്റൽ മുളകാണ് ചേർക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാളികേരമാണ്, ചിരവിയ നാളികേരമാണ്. അത് ചേർക്കുമ്പോഴാണ് കക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പം അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചതമുളക് പൊടിച്ചത് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നല്ലോണം നാളികേരം ചേർത്താൽ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ഞാനതിൽ അത്യാവശ്യം നല്ലോണം നാളികേരം ചേർത്തിട്ടുണ്ട്. അതൊക്കെ ആ എണ്ണയിൽ നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് നന്നായി അതിൻ്റെ മസാലയൊക്കെ പിടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നീട് അത് തുറന്ന് അതിൻ്റെ വെള്ളം എല്ലാതും വറ്റുന്ന വരെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പം പൊറോട്ടയ്ക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റോസ്റ്റാണ് കക്ക റോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.